അത് വാഴയിലയാളല്ലേ? വാഴയിലാണോ? വാഴയില ബിജു. ഞാൻ വെച്ചാൽ വാഴയില ബിജു അങ്ങനെ എനിക്കറിയാവുന്ന എന്റെ ചിറ്റനായിരുന്നു. ആണല്ലേ? പിന്നെ കുമ്പള സരസയ്ക്കകത്ത് എന്റെ കൂടെ കളിച്ചോണ്ടിരുന്നത് കളി സംഘം കുമ്പള സരസയ്ക്കകത്ത് ഞങ്ങൾ ഒന്നിച്ചല്ലായിരുന്നു. ഇപ്പൊ ഇല്ലേ? എന്റെ ചിറ്റനാകുന്നത് ഇപ്പൊ ഇല്ലേ? ഇല്ല ഞാൻ പറഞ്ഞു വിട്ടു, ട്രൂപ്പിന്ന് പറഞ്ഞു. കാരണം എന്താ പറയാ, സമയത്ത് വരത്തില്ല. സമയത്ത് വിളിക്കാൻ ബ്രേക്ക് ഡാൻസ് ഉണ്ടെന്ന് പറയും. ഞാൻ പറഞ്ഞത് അത് നടക്കത്തില്ല എന്റെ ബിജുക്കുട്ട, പരിപാടി സംഗതി കൈകൊട്ടി കളിക്ക് വരുന്നെങ്കിൽ വട്ടക്കളിക്ക് വരുന്ന കൃത്യമായിട്ട് പറഞ്ഞെന്ന് പറയും. അങ്ങനെ ഞാൻ പറഞ്ഞു വിട്ടു, എന്നോട് ഉടക്കി പോയി. എന്നിട്ട് ഇപ്പൊ എന്താ പറ്റി, ഫീൽഡ് ഔട്ടായി. അയ്യോ, ഒറ്റ വട്ടക്കളി സംഘത്തിലില്ല, സിനിമയിലെങ്ങാൻ സിനിമയിലൊക്കെ കയറിയ ഞാൻ സിനിമയിലൊക്കെ കയറിയ എന്തോ പബ്ലിസിറ്റി കിട്ടാനാ. നമ്മുടെ വന്നല്ല 10 പേര് നമ്മുടെ ട്രോഫി ഉണ്ടെന്നുണ്ട്. എന്റെ ട്രോഫി ഉണ്ടെന്ന്. അത് പരിപാടി ലാസ്റ്റ് ആരെങ്കിലും കൊണ്ട് ആശാനെ തരീച്ചപ്പോരെ? അത് മതി, അവനെ തിരിച്ച് മേടിക്കണം, ദാനം മേടിക്കണം. അപ്പൊ അത് കേട് വേറെ പണി. ഇപ്പൊ എന്നാണ് പിന്നെ വേറെ പണിയുണ്ട്. എന്തിനാ? എടാ നീ വിളിയുടെ അത് ഇങ്ങോട്ട് വിളിച്ചും വിളിച്ചിട്ട് ഞാൻ നമ്മളെ ജിറ്റനല്ലേ, എന്നിട്ട് അത് എന്നെ കൊണ്ട് ആ മൊമെന്റ് ഇങ്ങനെ ധരിപ്പിക്കും. എന്നിട്ട് നമ്മളത് ഫോട്ടോ എടുക്കും. എന്നിട്ട് ക്യാപ്ഷൻ ഇട്ട് അടുത്ത വർഷം ഷോക്കാടി വെക്കും. എന്ത് ഏറ്റവും മികച്ച വട്ടക്കളി സംഘത്തിനുള്ള സംസ്ഥാന അവാർഡ് KK ദാസിന് ബിജുക്കുട്ടൻ സമ്മാനിക്കുന്നു എന്ന് പറഞ്ഞ സംസ്ഥാന അവാർഡ് ചെയ്താൽ ഇപ്പോഴേ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. നമസ്കാരം, ഒന്ന് വരാവോ? ഒന്ന് വരാവോ ഒരു ആവശ്യത്തിനാ. നമ്മുടെ പിണക്കമൊന്നും വെച്ചേക്കല്ലേ മനസ്സിൽ? അത് ആശാനും ചിറ്റന്റെ അത് കഴിഞ്ഞ കേസ്. നാളെ ആയാലും നമ്മളെ കൂടെ കൂടാ, ഇത്രേ ഉള്ളൂ. കൊച്ചുകൊണ്ട് അതും കയറി വരുവാ. അത് കയറി വരുവാ. എന്നാ ഭാഗത്ത് ആരാത് നിങ്ങളുടെ? അയ്യോ, അത് നമ്മളെ സീരിയലിലൊക്കെ ഉള്ളു. എന്നാ ഭാഗത്ത് അതല്ലേ സന്തോഷം. എല്ലാരും ഫോട്ടോ എടുക്കാതെ പിന്നെ എങ്ങനെ നമ്മൾ കണ്ണി പതിപ്പിച്ചോണ്ട് പോകും? ഫോട്ടോ നീ വേണോ? അല്ല കൊച്ചു ഇങ്ങനെ നിന്നാ മതി. ഒരു സാധനം ഒരു വെറൈറ്റി ഷോക്കാട് പിടിക്കാം. അല്ലടാ ഇങ്ങനെയൊക്കെയാ ഒരു വെറൈറ്റി ഷോക്കാട്. അങ്ങനെയൊക്കെയാ അങ്ങനെയൊന്നും അങ്ങനെ ഒരു വെറൈറ്റി ഷോക്കാട്. ഓക്കെ, സന്തോഷം കേട്ടോ, ഒരുപാട് സന്തോഷം വെച്ചു. വാ, വിളിച്ചതിൽ വന്നതിൽ സന്തോഷം, ഒരുപാട് സന്തോഷം മോളെ. അതെങ്ങനെ വെച്ചത്? ആ ബിജുക്കുട്ടനെ കൊണ്ട് തരീച്ചു, അതൊക്കെ ഓക്കെ. ആ പെണ്ണിനെ കൊണ്ട് എങ്ങനെ നിർത്തിച്ചെന്തിനാ? എടാ പരിപാടി പിടിക്കാൻ ബുദ്ധി വേണം, മാർക്കറ്റിംഗ്. എന്ത് അത് മനസ്സിലായില്ലേ? ഇല്ല. ബിജുക്കുട്ടൻ സംസ്ഥാന അവാർഡ് എനിക്ക് തരുന്നു. തൊട്ടപ്പുറത്ത് അയ്യോ ഇതെന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു പകച്ചിരിക്കുന്ന ഏതോ ഒരു കുട്ടി. ബിസിനസ് മൈൻഡാണ്. പരിപാടി പിടിക്കുന്ന അങ്ങനെ പരിപാടിയുടെ കാര്യം പറഞ്ഞ ഞാൻ ഒരു കാര്യം ഓർത്തെ. അച്ഛനെ എനിക്ക് അച്ഛനെ പരിപാടി കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു 2 സ്റ്റെപ്പ് ഞങ്ങൾക്ക് വേണ്ടി കാണിക്കാം. ഇതാ എനിക്ക് ഒക്കാത്ത സാബുവേ നിന്റെ പരിപാടി അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അയ്യോ, അതാ നമ്മള് കല്യാണത്തിന് വന്ന് കല്യാണത്ത് ആ വേദിയിൽ അവതരിപ്പിക്കുന്നു. കാണികൾ ഒരു 2 സ്റ്റെപ്പ് അവര് 2 സ്റ്റെപ്പ്. ഞാൻ പറഞ്ഞു ഇപ്പൊ അവിടെ ഉണ്ടെന്നത്. നിങ്ങൾ ഈ വീടിന്റെ പുറകെ വെച്ചിട്ട് ഈ കടപ്പുറത്ത് കാറ്റ് കൊള്ളാൻ വന്നിരുന്നിട്ട് എന്നോട് ഇവിടെ വെച്ച് കളിക്കാൻ പറഞ്ഞ അപ്പുറത്ത് വീടിന്റെ ഫ്രണ്ട് വശം അപ്പറയാ. അവിടെ കളിക്കുമ്പോൾ ആർച്ച് കൊണ്ട് ഇവിടെ ഇട്ടേക്കുന്നുള്ള അപ്പുറത്ത് മെയിൻ ഉണ്ട്. അപ്പൊ പോരാടാ, ആരാധന നിരുത്സാഹപ്പെടുത്തല്ലേ? എടാ ഇത് എന്താ അവർക്ക് വേണ്ടിട്ടാണ്? അവർക്ക് വേണ്ടിട്ടും എനിക്ക് വേണ്ടിട്ടും എങ്ങനെയാണാ അതിപ്പോ? എന്താ ഇപ്പൊ അവനോട് 2 എന്തോ 2 ഒഴിച്ചു തന്നല്ലേ? പിടിപ്പിക്കാൻ പറയാം. ഇവൻ കൂടുതൽ ഒഴിച്ചു കഴിയും. അതാ എനിക്കൊരു ആവശ്യമില്ലാത്ത പരിപാടി. അത്രേ ഉള്ളൂ. അതാണ് നേരത്തെ എന്താ അബദ്ധം പറ്റിയത്. ശകലടി നീ കൂടുതൽ ഒഴിക്കും, പിന്നെ അത് പ്രശ്നമാവും. അല്ല അപ്പൊ ഈ ചെറുത്? അയ്യോ ചെറുതെ ഞാൻ കഴിക്കത്തുള്ളൂ. അതാ ഞാൻ ചെറുതെ കഴിക്കത്തുള്ളൂ കൊച്ചേ. നമുക്ക് ഈ പരിപാടി 2 സ്റ്റെപ്പ്. ഇപ്പൊ 2 സ്റ്റെപ്പ് ഇട്ടോളൂ. നാളെ കൂമ്പുണ്ടോ നോക്കണം കേട്ടോ. എരിഞ്ഞിറങ്ങുക, വെള്ളം പോലും ഇല്ലാണ്. അപ്പൊ എന്നാലേ നമ്മുടെ ഈ പ്രശ്നം എന്താ പറയുക, ജസ്റ്റ് സാധനം ഇവിടെ വന്ദനം മാത്രം വിട്ടുപോവാ. വന്ദനത്തിലാണോ? വന്ദനത്തിലെ പാടല്ലേ? വന്ദനത്തിൽ പാടണം. വന്ദനം അടിക്കണമെന്ന് ഭഗവാന് വന്ദനം കൊടുക്കണം. പിന്നെ വന്ദനം അടിച്ചിട്ട് ഞങ്ങൾ തുടങ്ങത്തുള്ളൂ. KK ദാസൻ അങ്ങനെ പിന്നെ അല്ലാതെ വന്ദനം ആദ്യം അടിക്കാം. അതേ ഉള്ളു കേട്ടോ, അതേ പിടിച്ചോ. ബാക്കി നമുക്ക് അവിടെ അടിക്കാം. ബാബുവേ എന്തോ റെഡി 1 2 വന്ദനം പാടിടാം സദസ്സിൽ, വന്ദനം പാടിടാം KK ദാസനി സദസ്സിൽ, വന്ദനം പാടിടാം. വന്ദനം പാടിടാം സദസ്സിൽ, വന്ദനം പാടിടാം KK ദാസനി സദസ്സിൽ, വന്ദനം പാടിടാം. ബാക്കി അവിടെ ഉണ്ട്. ബാക്കി അവിടെ ചെയ്തിരിക്കും. അച്ഛൻ ഇത്ര സ്റ്റെപ്പ് കാണിച്ചു, നല്ല രസം ഉണ്ടായിരുന്നു. ഇവിടെ വേറെ പലർക്കും ഒരു കുറുകുറുപ്പുണ്ട്. കുറുകുറുപ്പുണ്ടോ? നീ ആര് വരുന്ന പറഞ്ഞേ? KK ദാസൻ ദാസൻ വരുന്ന. അപ്പൊ അതാണ് പ്രശ്നം.
അവര് കേട്ടത് കെ ദാസൻ എന്നായിരിക്കത്തില്ല, വിക്സ് ആക്ഷൻ എന്നായിരിക്കും. അതുകൊണ്ടാണ് ഈ കുറുകുറുപ്പ്. അയ്യോ അതല്ല പറഞ്ഞു. സാധാരണ ഈ പെണ്ണുങ്ങളാണല്ലോ ഈ കൈകൊട്ടിക്കളി. ഇപ്പൊ ആണുങ്ങളെ കൈകൊട്ടി വട്ടക്കളി വെച്ചപ്പോ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർക്ക് അത് മതിയല്ലോ, എല്ലാരും സാരി കൊടുത്തോണ്ട്. അതാണല്ലോ നമ്മളൊക്കെ അല്ലേ പരമ്പരാഗതം ഇത്.